ഒരു സാങ്കല്പിക കാര്യത്തിൻ്റെ മേലിൽ, തെളിവില്ലാത്തൊരു കാര്യത്തിൻ്റെ മേലിൽ ഒരു ഇത്രയും പ്രായം ചെന്ന മൂപ്പര ഇൽമും കാര്യമെല്ലാം നമ്മൾ മാറ്റിവെക്കാം, മൂപ്പർ ചെയ്ത സേവനങ്ങളും മാറ്റിവെക്കാം. ഒരു പ്രായം ചെന്ന ഒരാൾ, 19-85 വയസ്സായ ഒരാൾ, ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ഗോബേക്ക് എന്ന് വിളിക്കുക ഒരു ഉളുപ്പുള്ള ഒരു മനുഷ്യന് സാധിക്കുമോ? അങ്ങനെ ഞാനന്ന് ചെറുത് 10-30 വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. ഉസ്താദിൻ്റെ എന്നെ ഞാൻ വേറൊരു മൊയിലാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൊയിലാറ് നമ്മളെ സമസ്തക്കാരനല്ല, അങ്ങനെ വലിയ മുദരിസൊക്കെയാണ്. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദേഷ്യത്തോടു കൂടെ വിളിച്ചു. ഒന്നും താടെന്ന് ചോദിച്ചു. ഒന്നുമില്ല. നീ ആരെന്നറിയോ? എനിക്ക് എനിക്കറിയാലോ, നീ MIസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. നീ കിട്ടിയവനോടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നു. അപ്പം അന്ന് നമ്മൾ അവിടെ ഉണ്ട്. MIസിൻ്റെ ആ തർക്കല്ലിട്ട ആ ദിവസം അന്ന് മുതൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ല കുളിയനാട് തന്നെ ഉണ്ട്. അത് എന്ത് ചെയ്യും, ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ഞാൻ എൻ്റെ വിശദീകരണം ഒന്നും പറയുന്നില്ല. ജീവിതത്തിന് എങ്ങനെ കിതാബിൽ പറഞ്ഞതുപോലെ, അതും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പ്രാക്ടിക്കലായി കാണിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മായൻ ഉസ്താദ് അവர்கள். നമ്മളെല്ലാവരും ഫിഖ്ഹിൻ്റെ മസല ഇങ്ങനെ പറയും. വാട്സപ്പെല്ലാം നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം ചർച്ചകൾ. ഒരു ഹർക്കത്തിൻ്റെ, ഒരു പുള്ളിയുടെ, ഒരു സദ്ദിൻ്റെ, ഒരു മദ്ദിൻ്റെ, ഇങ്ങനെ ചർച്ചകൾ. അതിൽ ചർച്ചകളിൽ പങ്കെടുക്കാനും അതിന് നൂറുകണക്കിന് കിതാബുകൾ ഇങ്ങനെ എടുക്കാനും അതിൻ്റെ പേജുകൾ മറിക്കാനും ആ ഫോട്ടോയിൽ തന്നെ കാണുമ്പം ബാക്കിൽ കുറേ കപ്പാട്ടുകൾ നിരനിരയായി കിതാബുകൾ ഇങ്ങനെ അട്ടിവെച്ച ആ ചിത്രങ്ങളൊക്കെ അത് വളരെ രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ബുദ്ധിമുട്ട് എന്തിനെന്നറിയോ? അതുപോലെ ഒരു ജീവിതം നയിക്കാനാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് പ്രയാസമുള്ളത്. മസല പറയാനല്ല പ്രയാസമുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എങ്ങനെയാണോ ഫിഖ് പറഞ്ഞത് അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് സമൂഹത്തിന് ഒരു മാർഗനിർദ്ദേശം നൽകി. അഥവാ ഇന്നദ്ദീന യുസ്റുൻ, ദീന് എളുപ്പമാണ്, അതിലൊരു ബുദ്ധിമുട്ടുമില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരാൾ ഒരുമ്പെട്ടാൽ അവനിക്കത് സാധിക്കുമെന്നുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പുതിയാപ്പളുടെ അനുജൻ എൻ്റെ കൂടെ ഈ കണ്ണിയത്തിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഗൾഫിൽ പോയി. അവർ പറഞ്ഞിട്ട് ഒരിക്കലും ഉസ്താദിൻ്റെ ഗേറ്റിൽ രാത്രി ഈ പൂഴിയെല്ലാം കൊണ്ടുവന്ന ലോറി ഉണ്ടാവും. അവർ പോലീസ് പിടിക്കുന്നത് കണ്ടാൽ ഇടവഴിയിൽ അങ്ങോട്ട് പിന്നെ ഏലെങ്കിൽ കിട്ടിയെടുത്തൂടെ പോകും. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മളെ റോഡിനടെ പൂഴി ഇങ്ങനെ ഇറക്കിയിട്ട് അവർ പൂഴി ഇറക്കിയിട്ട് അതിൽ രക്ഷപ്പെട്ടതാണ്. പിന്നെ ആരാണെന്ന് കണ്ടിട്ടില്ല. അങ്ങനെയെല്ലാം ചെയ്യും. അപ്പോൾ ഏതോ ഒരു ലോറി വന്നിട്ട് മൂപ്പരെ ഗേറ്റിൽ ഇടിച്ച് ഗേറ്റിന് സാരമായ പരിക്ക് പറ്റി. രാവിലെയാണ് മൂപ്പര് കാണുന്നത്. ആരാണിത് ചെയ്തതെന്ന് അറിയില്ല, എങ്ങനെ വന്നു അറിയില്ല. അങ്ങനെ മൂപ്പര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞോലൂ, നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഒരു പത്രപരസ്യം കൊടുത്താൽ ഈ കുത്തിയാളെ കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഉസ്താദ് ആരെങ്കിലും വന്നിട്ട് പറയുമോ പത്രപരസ്യം കണ്ടിട്ട് എൻ്റെ ലോറിയാണ് ഇതിലേക്ക് ഇടിച്ചത് എന്ന് ആരെങ്കിലും ബുദ്ധിയുള്ള വന്നിട്ട് പറയുമോ? എല്ലാ പിന്നെ ഞാൻ ഓനോട് നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓൻ്റെ ലോറിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ എൻ്റെ പിന്നെ ഗേറ്റിലേക്ക് ഇടിച്ചത് കൊണ്ട് ലോറിക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ ഗേറ്റ് കാരണം വന്നതല്ലേ, ആ നഷ്ടപരിഹാരം ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പത്രപരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ കേട്ടാൾ പറഞ്ഞു, എന്നാൽ പിന്നെ നാളെ നിങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ വലിയൊരു ക്യൂ ഉണ്ടാവും. ഞാനാണ് ഇടിച്ചത്. ഞാൻ വെറുതെ പൈസ കിട്ടുന്നല്ലേ, വെറുതെ പൈസ കിട്ടുമല്ലോ. നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ആ ഒരു ഹൃദയത്തിൻ്റെ വിശാലത,
അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് ചോദിച്ചല്ലോ ഖുർആൻ. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, ഹൃദയത്തിനെ ദീനുൽ ഇസ്ലാമിലേക്ക് ഷർഹ് ചെയ്തപ്പോൾ, ഷർഹു സുദൂർ ഉണ്ടായപ്പോൾ എന്ത് വന്നു? ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, റബ്ബിന്റെ നൂറിന്റെ മേലിലാണ് നിലകൊള്ളുന്നത്. ആ നൂറിന്റെ സംസാരമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മായൻ ഉസ്താദ് പറഞ്ഞ ആ വാക്കുകൾ എന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഉയർന്ന പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ഞാനൊരു കിന്നിങ്കാറിലൊരു പരിപാടിയുണ്ട്, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ, നമ്മളെ ഈ സമസ്ത സമ്മേളനത്തിൻ്റെ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനമാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പരിപാടി ആയതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തിരക്ക് കൂട്ടുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മോരാല അന്തായി മുലർച്ച എന്നാണ് ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ ഗൾക്കൽ മൂപ്പര്. മൂപ്പരുടെ ജീവിതത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. മൂപ്പര പഠനം, അധ്യാപനം, രാഷ്ട്രീയം, അതുപോലെ തന്നെ സമസ്തയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 1ാമത്തെ മെമ്പർ മുതൽക്ക് ഇതുവരെയുള്ള ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മെമ്പർമാർ അടക്കമുള്ള മുഷാവറാംഗങ്ങളിൽ നിന്ന് ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് 5 കൊല്ലം ആ സ്ഥാനത്തിരുന്ന ഒരു അംഗം ആരാണ് എന്ന് കിസിൽ ചോദിക്കാം. അത് ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ മത്സരിച്ചിട്ട് ഇനി 2ാമത് അങ്ങനെ ആവണം, അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഞാൻ മത്സരിച്ചാൽ എൻ്റെ വാർഡിൽ ജയിക്കുകയും ചെയ്യും. സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ ജയിക്കും. ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ആർക്കും അത് കഴിയില്ല. നിങ്ങളാരെങ്കിലും നിങ്ങളെ സ്വന്തം നാട്ടിൽ വാർഡിലൊന്ന് മത്സരിച്ച് നോക്ക്, അപ്പം അറിയും കഥ. അല്ല, അപ്പം അറിയും കഥ. ഞാൻ മത്സരിച്ചാൽ ജയിക്കും, ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഞാനതല്ല പറയുന്നത്. അപ്പോൾ ഉസ്താദ് അങ്ങനെ ഒരു മത്സരിക്കാനുണ്ടായ കാരണം എന്തെന്നറിയോ? അത് അന്ന് 2 ലീഗുണ്ട്, അഖിലേന്ത്യാ ലീഗ്, മുസ്ലിം ലീഗ്, 2 ലീഗുണ്ട്. നമ്മളെ കാസർഗോട്ടെ മുതലാളിമാരെല്ലാം ഈ വിമത ലീഗിൽ, അഖിലേന്ത്യാ ലീഗിൻ്റെ പേരാണ് വിമത ലീഗ്. ലീഗിൻ്റെ നേതാക്കന്മാരധികം ഉണ്ടായിരുന്നത് അതിൽ തന്നെ. പിന്നെ CH ഇപ്പുറം ഉള്ളത് കൊണ്ട് എല്ലാ നേതാക്കളും കടപഴഞ്ഞ് വീടുന്നേ ഉള്ളൂ. അങ്ങനെ കാസർഗോട്ടെല്ലാം കുറേ ആജിയാർമാരെ എനിക്കറിയും. ബാറക്കാജി, ചൂര്യാജി, ചൂത്തൽപ്പാജി, ചാപ്പക്കല്ലാജി, PC മായനാജി, MC മായനാജി, KC മായനാജി, ഇതിനപ്പുറം വേണ അന്നത്തെ പ്രമുഖന്മാരായ ആൾക്കാർ. അവരെല്ലാം ഒരു ഭാഗത്ത്. മൊഗ്രാൽ വാർഡ് കിട്ടിയില്ലെങ്കിൽ UDF ഭരണം കിട്ടാല. കുമ്പളയിൽ ആടെ ഒരു പ്രമുഖനായ ഒരാളാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് LDF നിൽക്കുന്നത്. ഇതെങ്ങനെ പിടിക്കും എന്നവർ നോക്കിയപ്പോൾ ഉസ്താദ് നിന്നാൽ അത് ജയിക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദിനെ അന്ന് പഠനനില തിരുക്കരിപ്പൂരിൻ്റെ മൂപ്പര് മുദരിസാണ്. അവിടെ നിന്ന് ബലാബലത്തിൽ വലിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവിടെ മത്സരിപ്പിച്ചു. അങ്ങനെ ജയിച്ചു. അങ്ങനെ ഭരണം കിട്ടി. അപ്പോൾ ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സമസ്ത ലീഗിനെയും വിടൂല, ലീഗ് സമസ്തയും വിടൂല. അതങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ ഇടയിൽ ഇപ്പം കുറേ ആൾക്കാർ ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഇത് ഇവിടെ ഉള്ളതുകൊണ്ട്, കയറി കൂടിയിട്ട് ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ ഷർറിൽ നിന്നല്ലാഹു നമ്മളെല്ലാം സലാമത്താക്കട്ടെ. മുസ്ലിം ലീഗിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കണം, വലിയൊരു ഉപകാരം ചെയ്തു കൊടുത്തു. അവർ തിരിച്ചും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. എന്താ വലിയ ഉപകാരം? 980 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ മുഷാവറക്ക് ഒരു കത്തയച്ചു. ആര്? അന്നത്തെ SYSൻ്റെ നേതാക്കൾ, SYS കമ്മിറ്റി. അന്നത്തെ SYS കമ്മിറ്റി ഏതാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ആദരണീയരായ MA ഉസ്താദും മൂപ്പരും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ കുറേ ആളെല്ലാം യാത്രൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടി പിടിച്ചു കൊടുക്കുന്നില്ലേ, അവരാണ് എൻ്റെ സെക്രട്ടറി. നമ്മൾ ചരിത്രം ശരിക്കും മനസ്സിലാക്കണം.
എന്തെങ്കിലും ഒരു ചേരുള്ളവനെ കാണുമ്പോൾ അപ്പൻ്റെ ഉപ്പാക്കുന്ന പരിപാടി ഇത് നല്ല പരിപാടിയല്ല അല്ലേ? നമ്മളെ നാടൻ ഭാഷയിലുണ്ടല്ലോ ചേലുള്ളവനെ കാണുമ്പോൾ ഉപ്പാക്കൽ. ആ പരിപാടി ഒരിക്കലും യോജിച്ച പരിപാടിയല്ല. അന്ന് കത്തയച്ചത് എന്താണ്? കത്ത് കൊടുത്തത് സമസ്ത മുശാവറക്ക് പ്രസിഡന്റ് കണ്ണിയത്തോരാണ്, സെക്രട്ടറി ഷംസുൽ ഉലമയാണ്. അതായത് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം സുന്നികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സമസ്ത അംഗീകരിക്കണം. ഇപ്പം ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രൂപീകരിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾ കുറച്ച് കൊല്ലം കാത്തിരിക്ക്, അതിവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാലം വിദൂരമല്ല. കുറച്ച് കഴിഞ്ഞാൽ അതൊരു പാർട്ടിയായിട്ട് ഇവിടെ വരും. ആ ഇതിലാണ് അത് അതിൻ്റെ പോക്കുള്ളത്. ഇവിടെ ആര് തലക്കമേലെ കൊടി പിടിച്ചിട്ട് വീശി കൊടുത്താലും അതതിൻ്റെ വഴിക്ക് തന്നെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തപ്പോൾ സമസ്ത എന്ത് ചെയ്തു? അത് തള്ളി. അതിൻ്റെ ആവശ്യമില്ല. സമസ്ത ഇതിൻ്റെ ആളല്ല, രാഷ്ട്രീയത്തിൻ്റെ ആളല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കേരളത്തിൽ എത്രയോ ഉണ്ട്. പിന്നെ അതിലേതിലെങ്കിലും വേണമെങ്കിൽ പ്രവർത്തിക്കാം, അല്ല പ്രവർത്തിക്കാതിരിക്കാം. സമസ്തൻ്റെ കെയർ ഓഫിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാമെന്നോ സമസ്തൻ്റെ കീഴ്ഘടകമായ SYSനെ രാഷ്ട്രീയ പാർട്ടിയാക്കാമെന്നോ പറയുന്നത് ശരിയല്ല. അതാവശ്യമില്ല എന്ന് പറഞ്ഞ് സമസ്ത കേരള ജമിയത്തുലമ അതിനെ തള്ളി. അന്നത് തള്ളിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്തായിരിക്കും കഥ? ഇവിടെ ഇപ്പം തന്നെ PDP, SDPI അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ പുറമെ വേറൊന്നും നാട്ടി. അത് മാത്രമല്ല, അന്ന് അതിൻ്റെ സമസ്തൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ളത് ഷംസുൽ ഉലമാവും കണ്ണിയത്തോറാണ്. ശരിക്കും ജനങ്ങളിൽ അതൊരു വിഭാഗീയത ഉണ്ടാക്കുന്നൊരു പരിപാടിയായിട്ട് മാറും. സമസ്ത അത് തള്ളിയത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടെയുള്ള തള്ളലാണ്. അത് ഉണ്ടാവാത്തതാണല്ലോ പിന്നീടുണ്ടായ എല്ലാ കുഴപ്പങ്ങൾക്കുള്ള കാരണവും. അത് അന്ന് അംഗീകരിക്കപ്പെടാത്തതാണ്. ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട EM ഉസ്താദിൻ്റെ അനുസ്മരണത്തിൽ ഇതൊക്കെ ഓർക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ചരിത്രത്തിനെ ഓർത്തില്ല, മൂടി വെച്ചു. അറിയുന്നവരാരും അത് പറഞ്ഞില്ല എങ്കിൽ വളർന്നു വരുന്ന തലമുറ ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറന്നുപോകും. മറന്നുപോയാൽ കാണുന്ന ഇപ്പോഴുള്ള പുകമറയാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് പലരും എന്ത് ചെയ്യും? തെറ്റിദ്ധരിച്ചു പോകും. ബഹുമാനപ്പെട്ട UM ഉസ്താദ് അവറുകൾ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ നിഷ്കർഷത പാലിക്കുന്ന ആളാണ്. ഇന്നിപ്പം എനിക്ക് തിരക്കുള്ളത് കൊണ്ട് വേഗം വന്ന്, അല്ലായിരുന്നെങ്കിൽ ഞാനും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുമായിരുന്നു. ഉസ്താദ് അങ്ങനെയല്ല. ഉസ്താദ് എപ്പോഴും ഏത് പരിപാടി ഏറ്റെടുത്താലും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ആ സമയത്ത് തന്നെ മൂപ്പരെത്തിച്ചേരും. സമസ്ത കേരള ജമിയത്തുലമാൻ്റെ ആ പ്രവർത്തനം, ഈ പ്രവർത്തന രംഗത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് നിരന്തരം ഇടപെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഉസ്താദിനെ ഓർക്കുമ്പോഴെല്ലാം ഓർക്കൽ മൂപ്പര് അനുഭവിച്ച ആ പ്രയാസങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് എന്ന് മുതൽക്ക് മൂപ്പര് അനുഭവിച്ചു? സമസ്ത കേരള ജമിയത്തുലമായുടെ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു EM ഉസ്താദ്. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ അഭിവക്ത കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല അന്നില്ല. പിന്നീട് അന്ന് കാസർഗോഡ് താലൂക്ക്, നമ്മളെ ഇതെല്ലാം കാസർഗോഡ് താലൂക്കാണ് ഇപ്പോഴത്തെ ജില്ല. കാസർഗോഡ് താലൂക്കിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂപ്പര്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് ജാമിയ സാരിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇവിടെ ഉടലെടുത്തത്. പഴയകാല സാരിയയുടെ കലണ്ടറുകൾ അതിൽ നന്നായി എഴുതിയിട്ടുണ്ട്. അണ്ടർ സമസ്ത കേരള ജമിയത്തുലമ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. പിന്നീട് കുറേ വാങ്ങിക്കിട്ട് കുറേ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും, അത് വേറെ കാര്യം. എൻ്റെ അസില് അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. അങ്ങനെ 86 അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങളെ ഉസ്താദ് PA അഹമ്മദ് മുസ്ലിയാർ കൊമ്പോൽ ഉസ്താദായിരുന്നു. ജാമിയ സാദിയാൻ്റെ ജനറൽ സെക്രട്ടറി. ഓറ് പെട്ടെന്ന് വഫാത്തായി 86. അടുത്ത സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന യോഗം വന്നപ്പോൾ ബഹുമാനപ്പെട്ട EM ഉസ്താദിനെയാണ് എന്ത് ചെയ്തത്? സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക, ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ
സെക്രട്ടറി ആയിട്ട് അന്ന് തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട EM ഉസ്താദിനെയാണ്. അപ്പോൾ CM ഉസ്താദ് അവിടെ ഇല്ലേ? CM ഉസ്താദുണ്ട്, കാഞ്ഞങ്ങാട് കാളി PA ഉസ്താദുണ്ട്. ഓരോന്നും എന്തുകൊണ്ടായില്ല? അത് അന്ന് തന്നെ ചില ആളുകൾ അടിയിൽ കൂടി ചരട് വലിച്ചിരുന്നു. ആ ചരട് വലിയുടെ കാരണം കൊണ്ട് CM ഉസ്താദിനെ പോലെയുള്ളവർ അന്ന് സാരിയ കമ്മിറ്റിയുടെ പുറത്തായിരുന്നു. അതിൻ്റെ പൂർണ്ണ വിവരം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പറയാൻ ചില പ്രയാസങ്ങളുണ്ട്, മറ്റൊരു സമയത്ത് പറയാം. അപ്പോൾ CM ഉസ്താദ് കമ്മിറ്റിയിലേ ഇല്ല. അത് ഇന്നും ഇപ്പം അങ്ങനെ നമ്മളെ സ്ഥാപനങ്ങളെ നമ്മൾ നിരീക്ഷിച്ചാൽ ആ സ്വഭാവം ഇപ്പോഴും എന്തുണ്ട്? ഈ കുളിയനെ അവിടുന്ന് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. കുളിയന് ഒരു സ്ഥലത്ത് ഇരുന്നാൽ പെട്ടെന്നൊന്നും പോവില്ല. അതിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് CM ഉസ്താദിന് ആസൂത്രിതമായിട്ട് ചില ന്യായവാദങ്ങൾ പറഞ്ഞിട്ട് CM ഉസ്താദ് PA ഉസ്താദിനെ പോലെയുള്ള ആളുകളെ അതിൻ്റെ കമ്മിറ്റിയിൽ അവർ വരാതെയാക്കി. ഒരുണ്ട് അതിൻ്റെ കൂടെ, സ്ഥാപനത്തിൻ്റെ കൂടെ ഉണ്ട്, സ്ഥാപനത്തിന് മുതലിസ്റ്റാണ്, എല്ലാം ഉണ്ട്. കമ്മിറ്റി മെമ്പറില്ല, മെമ്പറാകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ നിങ്ങൾ സ്വകാര്യം ചോദിച്ചാൽ പറയും. പിന്നെ ഇപ്പം ഈ ലൈവുള്ളോട് പറയുന്നില്ല. പിന്നെ അപ്പോൾ EM ഉസ്താദിനെ എന്ത് ചെയ്തു? സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. 89 പ്രശ്നം വന്നപ്പോൾ ബഹുമാനപ്പെട്ട EM ഉസ്താദിനെ അതിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചരട് വലി തുടങ്ങി. നമ്മളെ ഈ പഴയ കഥകളെല്ലാം ഓർത്താലേ നമുക്ക് അവരോടുള്ള ആ ബഹുമാനം ശരിക്കും വരുള്ളൂ. എന്താണ് ചരട് വലി നടത്തുന്നത്? ഉസ്താദിനെ പുറത്താക്കണം. അന്നുള്ളത് സാരിയ കമ്മിറ്റിയിൽ 10 ആലിമീങ്ങളും 5 ഉമറാക്കളുമാണ്. EM ഉസ്താദ് മാത്രമാണ് നമ്മളെ ഭാഗത്ത്, പിന്നെ ഉലമാവിൻ്റെ ഭാഗത്തിലുണ്ടായിരുന്നത്. അപ്പോൾ 10 9 അങ്ങോട്ട് പോയില്ലേ. പിന്നെ ഉമറാവിൻ്റെ ഭാഗത്തിൽ നിന്ന് ചൂത്തുകൾ പേർച്ച വേറെ കൂടെ കൂടി. അപ്പോൾ 10 കിട്ടിയാൽ പിന്നെ 5നെ പുറത്താക്കാൻ എന്താ പണിയുള്ളത്? 5നെ പുറത്താക്കാൻ പണിയില്ലല്ലോ. അപ്പോൾ അതുവരെ ഈ ത്യാഗം ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദിനെ യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ അവിടെ നിന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു, അതിൽ നിന്ന് ഒഴിവാക്കി. ആ സമയത്ത് ബഹുമാനപ്പെട്ട EM ഉസ്താദിനും CM ഉസ്താദിനും ഒരു കേസും പിന്നെ വക്കാണവുമായിട്ട് പോകാമായിരുന്നു. പലരും അവരോടത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കിയൂർ ഭാഗത്തുള്ള പല ആളുകളും പറഞ്ഞ് ബലാബലം നോക്കാൻ, ബെൽറ്റിൽ പിടിച്ചെടുക്കാൻ. ഇവിടെയാണ് നമ്മളെ ഉലമാവിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഈ കേസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. പള്ളിക്കെതിരെ കേസ് കൊടുക്കൽ, യത്തീംഖാനക്കെതിരെ കേസ് കൊടുക്കൽ, സ്ഥാപനങ്ങൾക്കെതിരെ കേസ് കൊടുക്കൽ, ഇതൊന്നും ഒരു നല്ല പരിപാടിയല്ല. എവിടെയായാലും എങ്ങനെയായിരുന്നാലും അതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. ആ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്ന ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കോടതിയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കുമാരനും കണാരനും അതിൻ്റെ വിധി പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിക്കുന്നത് എന്താണത്? അമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ അല്ലേ? മാൻസലല്ലാഹു കൊണ്ട് വിധിക്കണ്ടേ? മാൻസലല്ലാഹു കൊണ്ട് വിധിക്കാൻ ഓർക്കയ്യോ? അത് കഴിയില്ല. അപ്പോൾ അവരുടെ കയ്യിലേക്ക് അതിനെ ഏൽപ്പിക്കുക എന്നുള്ള ഒരിക്കലും ശരിയല്ല. അതാണ് CM ഉസ്താദും EM ഉസ്താദും അന്ന് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ പിന്നാലെ കേസ് കൊടുത്തിട്ട് പിടിച്ചെടുക്കാനൊന്നും പോകേണ്ടതില്ല. അത് ഏതായിരുന്നാലും ഒരു കൂട്ടർ നടത്തുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ നല്ല നല്ല ഉമറാക്കൾ, കലക്ടറെ പോലെയുള്ള ആൾക്കാർ ദീനി കാര്യത്തിൻ്റെ വേണ്ടി വിട്ടുകൊടുത്തൊരു സ്ഥാപനമല്ലേ. നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടി പോയാൽ അതവിടെ സ്റ്റോപ്പാവും, സ്റ്റേ ആവും, ബന്ധാവും. പിന്നെ കാലങ്ങളോളം അതവിടെ കെട്ടിക്കിടക്കും, പ്രവർത്തനങ്ങൾ നിശ്ചലമാകും. അതുകൊണ്ട് അവരത് നടത്തിക്കൊള്ളട്ടെ, നമ്മൾ വേറെ ഒന്ന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദും CM ഉസ്താദും ഒക്കെ ഈ MIC മലബാർ ഇസ്ലാം കോംപ്ലക്സ് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനം ഉണ്ടാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ MIC ഉണ്ടാക്കുന്ന അതിൻ്റെ തറക്കല്ലിടുന്ന ആദ്യ പരിപാടി അത് ശക്തമായ ജൂലൈ മാസത്തിൽ
ശക്തമായ മഴ പെയ്യുന്നൊരു ദിവസമായിരുന്നു. തറക്കല്ലിട്ട ആ സ്ഥലത്ത് പൊതുയോഗം കൂടാൻ കഴിയാത്തത് കൊണ്ട് ചട്ടഞ്ചാല ഹൈസ്കൂളിലാണ് യോഗം ചേർന്നത്. അങ്ങനെ ഞാനന്ന് ചെറുത് 10-30 വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. ഉസ്താദിൻ്റെ എന്നെ ഞാൻ വേറൊരു മൊയിലാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൊയിലാറ് നമ്മളെ സമസ്തക്കാരനല്ല, അങ്ങനെ വലിയ മുദരിസൊക്കെയാണ്. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദേഷ്യത്തോടു കൂടെ വിളിച്ചു. ഇന്നും താടെന്ന് ചോദിച്ചു. ഒന്നുമില്ല. നീ ആരെന്നറിയോ? എനിക്ക് എനിക്കറിയാലോ. നീ MIസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. നീ കിട്ടിയവനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നു. അപ്പം അന്ന് നമ്മൾ അവിടെ ഉണ്ട്. MIസിൻ്റെ ആ തറക്കല്ലിട്ട ആ ദിവസം അന്ന് മുതൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ല കുളിയനാട് തന്നെ ഉണ്ട്. അത് എന്ത് ചെയ്യും, ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ഞാൻ എൻ്റെ വിശദീകരണം ഒന്നും പറയുന്നില്ല, ആവശ്യവുമില്ല. എത്രയും ഭാരം ഇസാബിന് നല്ലത് ഭാരം കുറയലാണ്. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കിതാബുകളിൽ പഠിച്ചങ്ങനല്ലേ, ഭാരം കുറഞ്ഞ ആളുകൾ വേഗം എന്ത് ചെയ്യും, പിന്നെ രക്ഷപ്പെടും. തലയിൽ ചുമട് ഭയങ്കരമുള്ള ആളുകളോ അവർ വേച്ച് മെല്ലെ 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 എന്ത് ചെയ്യുള്ളൂ, പോകാൻ കഴിയുള്ളൂ. അവർക്ക് സമയം കുറേ അധികം എടുക്കും മഹ്ശറയിൽ. അപ്പം ഹിസാബ് പറയാൻ അതൊക്കെ എന്താണ്, നല്ലതാണ്. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും വളരെ ഖൈറായ നിലയിൽ ആക്കുമാറാകട്ടെ. വളരെ ദയനീയവും വേദനിക്കപ്പെടുന്നതുമായ ഒരു കാര്യം, ഉസ്താദിൻ്റെ ഒരു പരിപാടി സമസ്തയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ചപ്പോൾ കോഴിക്കോട് കുറച്ച് ആളുകൾ വന്നിട്ട്, അത് ഏത് ബിരുദെടുത്താളെന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയും, വേണമെങ്കിൽ അന്വേഷിച്ചോളി. ഒരു റിസർച്ച് ചെയ്യാലോ, റിസർച്ച് വലതരംഗത്ത് റിസർച്ച് ചെയ്യുക, ഏത് ഡിഗ്രി എടുത്തവരാണെന്ന്. അവിടെ ഉസ്താദിന് ഗോബേക്ക് വിളിച്ചു. ചരിത്രത്തിൽ സമസ്തയുടെ ഒരു ആലിമിനെതിരെ അതിൻ്റെ ഒക്കെ പൊരുത്തക്കേട് തന്നെയാണ് ഇപ്പം അവരിലെല്ലാം കാണുന്ന കാര്യങ്ങൾ. ഉസ്താദ് വലിയ അപാകത ചെയ്ത ഒരാളെന്ന് സങ്കല്പിച്ചോ. ഗോവയ്ക്ക് വിളിക്കാൻ പാടില്ല. ഒരു ഗോവയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള സംഗതിയാണത്. ഒരു സാങ്കല്പിക കാര്യത്തിൻ്റെ മേലിൽ, തെളിവില്ലാത്തൊരു കാര്യത്തിൻ്റെ മേലിൽ ഒരു ഇത്രയും പ്രായം ചെന്ന മൂപ്പര ഇൽമും കാര്യമെല്ലാം ഞമ്മ മാറ്റിവെക്കുക, മൂപ്പർ ചെയ്ത സേവനങ്ങളും മാറ്റിവെക്കുക. ഒരു പ്രായം ചെന്ന ഒരാൾ, 80-85 വയസ്സായ ഒരാൾ, ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ഗോബേക്ക് എന്ന് വിളിക്കുക ഒരു ഉളുപ്പുള്ള ഒരു മനുഷ്യന് സാധിക്കുമോ? മല്ലം യുവക്കിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന. ഇൽമും പിന്നെ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചാലും ഈ ഒരു കാര്യം തന്നെ മതി. ഈ ഉസ്താദിനെ എല്ലാവരും പറയും, ഉസ്താദ് ചിരിക്കുന്നില്ല, ഉസ്താദ് പിന്നെ തമാശ പറയുന്നില്ല, ഉസ്താദ് കുശലം പറയുന്നില്ല, പിന്നെ എന്നെല്ലാം ചിലർ പറയലുണ്ട്. ഉസ്താദ് ഈ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് ഒരു പക്ഷേ ഉസ്താദ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞു പോയ 90 കൊല്ലം നന്നായി 90 കൊല്ലം ഇരുന്നവർ എന്ന് ഔസുല്ലാദമിനെ പറ്റിയിട്ട് മാലയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് മൂപ്പരും 90 കൊല്ലായി. 86 വയസ്സ് എന്നുള്ളത് ഇംഗ്ലീഷ് കണക്കിൻ്റെ വയസ്സാണ്. ഇംഗ്ലീഷ് കണക്കിൻ്റെ വയസ്സ് 86, അത് 90 മാറും അറബിയിൽ. അറബി അസ്രായേലിൻ്റെ കണക്ക് അറബിയാണ്. ഇനി 86 പിടിച്ചിട്ടാരും നടക്കണ്ട. നമ്മളിപ്പോൾ വയസ്സ് കുറച്ച് പറയും അതിന്. അത് അല്ലെങ്കിൽ വയസ്സല്ല അസ്രായേലിൻ്റെ പിന്നെ അടിസ്ഥാനം. അസ്രായേൽ കണക്കാക്കുന്നത് ശ്വാസോച്ഛ്വാസമാണ്. ലിമാ അന്ന അംഫാസൽ ഹയാത്തി ജവാഹിറുൻ നിഫാസും വഖദ് അൽഹാ ലഹാ മിൻക നാഫിയാ എന്ന് അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറഞ്ഞില്ലേ. അംഫാസുകൾ, ആ അംഫാസുകളെ കൊണ്ടാണ് മനുഷ്യൻ്റെ ആയുസ്സിനെ കണക്കാക്കപ്പെടുന്നത്. കാരണം വളരെ കൃത്യമാകണമെങ്കിൽ ഖുർആനിൽ പറഞ്ഞ ആയുസ് അജലും മുസമ്മ എന്നാണ്, ഫിക്സഡ് പീരീഡ്. ഒരു സെക്കൻഡും വ്യത്യാസപ്പെടൂല. ആ സെക്കൻഡ് വ്യത്യാസപ്പെടാതെ ഫിക്സഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ദിവസവും മാസവും ആഴ്ചയും കൊണ്ട് കണക്കാക്കിയാൽ പോലെ അംഫാസുകളെ കൊണ്ട് കണക്കാക്കണം. അള്ളാഹു നമുക്കും നമ്മളെ ഉലമാവിനൊക്കെ
ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ഉമറാക്കളുണ്ട്. അവർക്കെല്ലാവർക്കും സർവ്വലോക മോമിനീങ്ങൾക്കും അല്ലാഹു തആല ക്ഷേമവും ഐശ്വര്യവും റാഹത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സമസ്തകളുടെ ജമിയത്ത് അപ്പോൾ ഉസ്താദിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു 2 മണിക്കൂറെല്ലാം മൂപ്പരെ പറ്റിയിട്ട് പറയാനറിയും. അത് പല കാര്യങ്ങളും പറയാനുണ്ട്. ശംസിയ തരീഖത്തുമായിട്ട് ഇടപെട്ട വിഷയങ്ങൾ, വെള്ളിയാഴ്ച ഇവിടെ 1ാമത്തെ വാങ്ക് കൊടുക്കുമ്പം കോടതിയിൽ കൊണ്ടുപോയിട്ട് നിൽക്കേണ്ടി വന്ന ഘട്ടങ്ങൾ, ജീവിതകാലത്ത് നമ്മൾ വിചാരിക്കും ഉസ്താദ് വലിയ പണക്കാരനാണ്, അവരൊന്നുമില്ല, സമസ്ത എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടന്നതല്ലാതെ കണ്ട് ബഹുമാനപ്പെട്ടവർക്ക് സമ്പാദ്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് മൂപ്പരുടെ സമ്പാദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടി സംസാരിച്ചാൽ കുറേ ഓവറായി പോകും, സമയം കുറേ നീണ്ടു. നിങ്ങളുടെ പരിപാടി തുടങ്ങിയിട്ടുമില്ല, എനിക്കാണെങ്കിൽ പോയി പോകണം. അതൊരു വലിയൊരു ജീവിതം തന്നെയായിരുന്നു. ആ ജീവിതത്തിനെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ കാസർഗോഡ് ജില്ലൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിനെല്ലാം സാക്ഷിയായ ഒരു ഷാഹിദാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകം വിജയമാക്കി കൊടുക്കട്ടെ. വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.